പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം എൻ്റെ ഭർത്താവൊക്കെ തന്നെയാണ്, നിന്റെ അച്ഛനുമാണ്. അപ്പുണ്ണിയുടെ കാര്യം പറയണത്. ആ അപ്പുണ്ണിയേട്ടൻ ശുഷ്കാന്തേനെങ്ങാനും വിളിച്ച നീ നോക്കരുത് കേട്ടാ. അമ്മയ്ക്ക് ആ പേര് ഒട്ടും ഇഷ്ടമല്ല. കൊള്ളില്ലാത്ത പേരാ. നോക്കാൻ വേണ്ട, പിണങ്ങി പോലെ തിരിഞ്ഞങ്ങോട്ട് കിടന്നോണം. പിന്നെ വിളിച്ചാൽ നോക്കണ്ട കേട്ടോ. കേട്ടോ? ഇവിടെ 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 കേട്ടോന്ന്. കുമാരി, നീ ഇത്രകാരിയായിരുന്നു അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത്? എന്നിൽ നിന്ന് കുഞ്ഞിനെ അകറ്റാനുള്ള ശ്രമം നീ നടത്തണ അല്ലേ? അപ്പൊ പുണ്യൻ എന്തൊക്കെയാ പറയണേ? ഞാൻ കേട്ടല്ലോ. എന്തെന്ന്? നീ എന്തിനാ അവന്റെ ചവിട്ടിൽ എന്താ പറഞ്ഞു കൊടുത്തപ്പോ? അത് ഞാൻ കാര്യ പറഞ്ഞേ. എന്ത്? ശുഷ്കാന്ത് എന്നുള്ള പൊട്ട പേര് വിളിച്ചാ കേക്കരുതെന്ന്. പൊട്ടപ്പേരോ? ശുഷ്കാന്തോ? അപ്പൊ രജനീകാന്തും വിജയകാന്തൊക്കെ പൊട്ടപ്പേരാണോ? ആക്കെ നല്ലതാ. ശുഷ്കാന്ത് മാത്രമേ ഉള്ളൂ പൊട്ടപ്പേര്. കൊള്ളില്ല പുണ്യേട്ടാ. അതെ, ലോകത്തിൽ ആർക്കും ഇല്ലാത്ത പേരാ ഞാൻ എന്റെ മോന് ഇട്ടിരിക്കണേ. അറിയോ നിനക്ക്? ബെസ്റ്റ് പേര്. കുഞ്ഞാവ് വലുതായി സ്കൂളിലൊക്കെ പോയില്ലേ, അപ്പൊ നാട്ടുകാരും കൂട്ടുകാരും കളിയാക്കിന്ന് പറഞ്ഞിട്ടേ അവൻ എന്റെ അടുത്ത് വന്നാ കരയാ. നിന്റെ അടുത്ത് വന്നിട്ടോ? എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറയും അച്ഛൻ ഇത്ര നല്ലൊരു പേരും കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, കെട്ടിപ്പിടിക്കായിരിക്കില്ല, പുറകുന്ന ഒറ്റ തരും. നീ പോടുന്നു. ആ പുണ്യേനെ എന്ത് പറഞ്ഞാലും ശരി, ഈ പൊട്ട പേരിടാൻ ഞാൻ സമ്മതിക്കില്ല. കുമാരി എന്ത് പറഞ്ഞാലും ശരി, എന്റെ കുട്ടിയുടെ പേര് ശുഷ്കാന്ത്. അങ്ങനെ അപ്പുണ്യേന്റെ മാത്രം കുട്ടിയൊന്നല്ല, എന്റെ കുട്ടിയത്. ഞാൻ സമ്മതിക്കില്ല. ഈ ഭൂമി പിളർന്നാലും ശുഷ്കാന്ത് എന്നുള്ള പേര് എന്റെ കുട്ടിക്ക് വേണ്ട. എന്റെ കുട്ടിക്ക് ശുഷ്കാന്ത് എന്നുള്ള പേര് മതി. പറ്റില്ല. പറ്റും. പറ്റില്ല, അത് ഞാൻ അപ്പുണ്യേനോട് പറഞ്ഞില്ലേ. ശുഷ്കാന്ത് മോനെ അങ്ങനെ വിളിക്കില്ലേന്ന്. എന്താ അവൻ നോക്കണുണ്ടോ വിളിക്കുമ്പോ? ശുഷ്കാന്തേ. ഇത്രയും സൗന്ദര്യമുള്ള എന്റെ കുട്ടീനെ നോക്കിട്ട് ശുഷ്കാന്ത് എന്ന് വിളിക്കാൻ എങ്ങനെ തോന്നണേ? അവൻ ചിരിക്കണോ ഞാൻ വിളിച്ചപ്പോ? എനിക്ക് ദേഷ്യം. എന്താണിത്? കുറെ നേരമല്ല തുടങ്ങിയിട്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഉറക്കെ വർത്താനം പറയരുതെന്ന്. ആ കുട്ടിക്ക് കുറച്ച് മനസമാധാനം കൊടുക്ക്. ഈ അപ്പുണ്യേണ്ണ ഈ കുമാരിയാണ് അമ്മേ. എന്താണ് പ്രശ്നം? അമ്മേ, ഈ കുമാരി പറയണേ ശുഷ്കാന്ത് എന്നുള്ള പേര് മോശം പേരാന്ന്. അമ്മ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്ക്. മോനെ, അമ്മ പറയണോണ്ട് മോനെ ഒന്നും തോന്നരുത്. അമ്മ ഒന്നും പറയണ്ട. അമ്മ എന്താ പറയാൻ പോണെന്ന് അമ്മ പറയട്ടെ. കുമാരിയെ, ഞാൻ പറയണോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഈ ശുഷ്കാന്ത് എന്നുള്ള പേരുണ്ടല്ലോ ഭയങ്കര ബോറാ. അമ്മേ, പിന്നെ അല്ലാണ്ട് ലോകത്ത് ആർക്കെങ്കിലും ഈ പേരുണ്ടടാ? ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്ത് ആർക്കും ഇല്ലാത്ത പേരാണ്. പക്ഷെ ലോകത്ത് ചിലർക്കൊക്കെ ഈ പേരുണ്ട്. നിങ്ങൾ ഈ പേര് മോശം എന്ന് പറയുമ്പോ അവർക്കൊക്കെ എത്രമാത്രം വിഷമം ഉണ്ടാവും. അതെ, ഈ പേരുള്ളവരൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്റെ കുട്ടിക്ക് ശുഷ്കാന്ത് വേണ്ട. അമ്മേ, ശുഷ്കാന്ത് എന്നുള്ള പേര് മതി. മോനെ അപ്പുണ്ണി, അമ്മ പറയണ മോനൊന്ന് കേക്ക്. എന്താ? നമ്മുടെ കുഞ്ഞാവ വളർന്നു വലുതായി വലിയൊരു സിനിമാ നടനായെന്ന് വിചാരിക്കാം. അപ്പൊ ആൾക്കാരെ അവനെ സൂപ്പർ സ്റ്റാർ ശുഷ്കോ എന്ന് വിളിച്ചാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ശുഷ്കോ എന്ന് വിളിക്കണ്ടല്ലോ, ശുഷ്കാന്ത് എന്ന് വിളിച്ചാൽ മതി. രജനീകാന്ത് എന്ന് വിളിക്കുന്നില്ലേ? രജനീകാന്ത് സൂപ്പർ സ്റ്റാർ അല്ലേ? ഇവനെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്റെ കുമാരിയെ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കൊട്ടിലപ്പാട്ട് തറവാട്ടിൽ നമുക്ക് ആർക്കെങ്കിലും നല്ലൊരു പേരുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അമ്മയുടെ പേര് സീതാലക്ഷ്മി, അച്ഛന്റെ പേര് ബലറാമൻ, പിന്നെ ഒരു അനന്തൻ, ഒരു അമ്പിളി, ഒരു അപ്പുണ്ണി, ഇതായിരിക്കണ ഒരു കുമാരി, പിന്നെ ഒരു അമ്മാവനുണ്ട് പങ്കജാഷൻ. എന്നും ഇത് വായിക്കൊള്ളാവുന്ന പേരാണോ? ഒക്കെ ഒരു കോയമാത്രം പിടിച്ച പേര്. അതുകൊണ്ടാണ് ശുഷ്കാന്ത് വേണമെന്ന് ഞാൻ പറയണത്. ശുഷ്കാന്ത് എന്ന് പറയുമ്പോ അതിനൊരു വെയിറ്റ് ഉണ്ട്. ഒരു വെയിറ്റും ഇല്ല. അതെ, രണ്ടും കൂടി കിടന്ന് തല്ലുകൂടണ്ട. നമുക്ക് നല്ലൊരു പേര് കുഞ്ഞാവയ്ക്ക് കണ്ടുപിടിക്കാടാ. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അവന് കുഞ്ഞിരാമെന്ന് പേരിട്ടോ. ശുഷ്കാന്ത് മോനെ, അച്ഛൻ പോയിട്ട് വരാട്ടാ. ഞാൻ പറഞ്ഞു അങ്ങനെ വിളിക്കരുതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കും. വിളിച്ചാ ഞാൻ പിച്ചെടുക്കും. ഒന്ന് അടങ്ങിയിരുന്ന രണ്ടും കൂടെ ഇറങ്ങിപ്പോയ രണ്ടും. ഞാൻ നോക്കിക്കോളാം കൊച്ചിനെ. അതോ നല്ലേ. അതിനൊരു സൗകര്യം കൊടുക്കൂല. എന്താ പറഞ്ഞേ? മോനെ ഇറങ്ങിക്കോട്ടാ, നമ്മുടെ വാവ ഇറങ്ങിക്കോ. ശുഷ്കാന്ത് വിളിച്ചപ്പോ നീ ചിരിച്ചാ? ചിരിക്കണ പോലെ ഞാൻ കണ്ടല്ല. നല്ല അടി കിട്ടൂട്ടോ. ശുഷ്കാന്ത് വിളിക്കുമ്പോ നോക്കണ്ട, അത്ര തന്നെ. അളിയൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കണേ? എടാ, നീ ഇങ്ങനെ ആലോചിക്കാതെ എന്തെങ്കിലും ഒരു മറുപടി പറയടാ. ഞാൻ എന്ത് മറുപടി പറയാൻ ആളിയാ? ഇത് അവരുടെ കുട്ടിക്ക് പേരിടണ കാര്യം. അതിൽ ഞാൻ എന്തിടപെടാനാ? നല്ല കാര്യമുണ്ട്. ഒന്നാമത്തെ ഒരു കുട്ടിക്ക് പേരിടല് ഇത്ര വലിയ പ്രശ്നമാണോ? വീട്ടിനകത്തൊരു മനസമാധാനം വേണ്ടായോ? വീട്ടില് സമാധാനം ഇല്ല വെച്ചാൽ വീട്ടുകാരെന്നെ വിചാരിക്കണം അളിയാ സമാധാനം ഉണ്ടാക്കാൻ. അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയല്ലേ ചെയ്യുക. ലോകത്ത് മുഴുവൻ സമാധാനം ഇല്ലാത്ത 100,000 കാര്യങ്ങൾ കിടക്കണ്ട. അതിൽ ഇടപെടാൻ പറ്റുള്ള ആൾക്കാർക്ക്. പിന്നെ ഇപ്പൊ ഈ പേരിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ
ഒന്നും പറയണ്ട ഓരോ കാര്യങ്ങൾ. ആ ഇവിടെ വന്നിക്ക. ആ അവിടെ നിൽക്കാൻ പറ്റാത്ത കാരണം ഇവിടെ നിൽക്കാൻ കുട്ടി. പാപ്പ എത്ര നേരം നിങ്ങളെ അന്വേഷിക്കുന്നെന്ന് അറിയോ? എന്തേ? അല്ല ഒന്നുമില്ല, വീട്ടിനകത്ത് കണ്ടില്ല, അതുകൊണ്ട് തന്നെ. ഒന്നുമില്ല, അങ്ങനെ അല്ല സീരിയസ് ആയിട്ട് സംസാരിക്കാന്ന. എന്ത് സീരിയസ്? അവിടെ അപ്പുണ്ണിയുടെയും കുമാരിയുടെയും പേരിടൽ പരിപാടി ആലോചിച്ചിങ്ങനെ നിൽക്കുക. എന്താ ചെയ്യാൻ പറ്റിയ? ഒന്നാമത്തെ ഈ പേരിടലിലൊക്കെ എത്ര വലിയ പ്രശ്നമുണ്ടോ? ആളുകൾ പരസ്പരം തിരിച്ചറിയാനൊരു ഉപാധി, അത്രയല്ലേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ മക്കൾക്ക് നമ്മളൊരു പേരിട്ടു എന്ന് വിചാരിക്കാം. അതിന് പങ്ക്യമാവിന് മക്കളില്ലല്ലോ. അത് ശരിയാണല്ലോ, പങ്ക്യാമിന് മക്കളില്ലല്ലോ. ഉദാഹരണത്തിന് എന്നവൻ എടുത്തു പറഞ്ഞില്ലേ, ഇത് വെള്ളം പങ്കി. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഇപ്പോ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു പേരിട്ടു. അത് പങ്കജാക്ഷൻ എന്നാണ്. ആ പേര് എന്നെ നാട്ടുകാർ വിളിച്ചോളണമെന്നില്ല. അത് ആർക്കിട്ടാലും. ഇപ്പൊ എന്നെ ആൾക്കാർ വിളിക്കണ എന്താ? പങ്കജാക്ഷൻ തികച്ചു വിളിക്കല്ല. പങ്കി, പങ്ക്യാമൻ, പങ്ക്യാശാൻ, പങ്ക്യ അമ്മാവൻ. ഇപ്പോ നമ്മുടെ അപ്പുണ്ണിക്ക് ദേഷ്യം വന്ന് എന്നെ വിളിക്കണു കുങ്കീന്നാ. രാഷ്ട്രീയക്കാര് ചിലവരെന്നെ ദേഷ്യം വരുമ്പോ മങ്കീന്ന് വരെ വിളിക്കണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ പേരിൽ അത്രേ ഉള്ളൂ, ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ പങ്ക്യാമൻ പറഞ്ഞു വരുന്ന കുഞ്ഞിന് പേരൊന്നും ഇടണ്ടെന്നാണോ? അങ്ങനല്ല കുട്ടി. ഇപ്പൊ നമ്മള് ഒരു വ്യക്തിക്ക് ഒരു പേരിട്ടു എന്ന് തന്നെ വിചാരിക്കുക. ഭാവിയിൽ അയാൾക്ക് ആ പേര് ഇഷ്ടമായില്ല വെച്ചാല് ഗസറ്റിൽ പരസ്യം കൊടുത്തിട്ട് അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ പേര് മാറ്റാനുള്ള അവകാശമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ വക തർക്കം ഉണ്ടാക്കണതിൽ വല്ല അർത്ഥം ഉണ്ടാവും. പങ്ക്യമാവൻ പറയുന്നത് കാര്യം തന്നെയാണ്. എങ്കിലും വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ അച്ഛനും അമ്മയും ഇട്ട് കൊടുത്ത പേര് മണിയൻ എന്നാ. വലുതായി കഴിഞ്ഞപ്പോ പുള്ളിക്കാരന് തോന്നി ഈ പേരിന് ഇത്തിരി ആഢ്യത്വം അന്തസ്സും കുറവാന്ന്. അങ്ങനെ എന്ത് ചെയ്ത് ഗസറ്റിൽ കൊടുത്ത് ഈ പേര് മാറ്റി കിഷോർ കുമാർ എന്നാക്കി. എന്നിട്ട് അവനിപ്പോ നാട്ടിൽ വിളിക്കുന്ന പേരെന്താന്നറിയോ? കിഷോർ കുമാറിന് അല്ല, പേര് മാറ്റിയ മണിയൻ. കുറെ കൂടെ വലുതാക്കി നാട്ടുകാർക്ക് വിളിക്കേണ്ടി ഒരു കാര്യം ഉണ്ടായില്ല. അപ്പൊ ഒരു കാര്യമില്ല. അല്ല, അങ്ങനെയുണ്ട്. അല്ല, നമ്മളിപ്പോ ഇവിടെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയില്ല. എന്ത് പ്രതിസന്ധി ആച്ചാ? കൊച്ചിന് പേരിട്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ചില സിനിമാക്കാരെ സിനിമയൊക്കെ ചെയ്തിട്ട് റിലീസിന് തൊട്ട് മുമ്പല്ലേ പേരിടുക. അതുപോലെ തൽക്കാലം പേരിടണ്ടെന്ന് വെക്കാം. ഇതിപ്പോ റിലീസ് ആയല്ലോ കുട്ടിയെ. അയ്യോ, അങ്ങനെ അല്ല പങ്ക്യാമ്മ. തൽക്കാലം നമുക്ക് പേരിടണ്ടെന്ന് വെക്കാന്ന്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ കണക്ക് മാഷ്മാര് ഉത്തരം കിട്ടാത്ത സാധനങ്ങൾക്ക് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് വിളിക്കത്തില്ലേ? അതുപോലെ നമുക്ക് വിളിക്കാം. ഇത് കേൾക്കാപ്പൊ കുമാരി ഇവിടെ ഇല്ലാത്തത് നിനക്ക് നന്നായില്ലെങ്കിൽ വയറ് നിറയുന്ന നിനക്ക് തന്നെ. എക്സ് വൈ നമ്മൾ ഈ വളരെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളാണ് അവസാനം ഒരു പരിഹാരവും കാണാൻ പറ്റാത്ത വൻ പ്രശ്നങ്ങളിൽ കൊണ്ട് എത്തിക്കുന്നത്. അത് ശരിയാ. ഉദാഹരണത്തിന് ഞാൻ ഇവളുടെ നിക്കാഹ് വളരെ ഈസി ആയിട്ട് നടത്താന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്പിളി അതിൽ വന്ന് റൂട്ട് മാറിപ്പോണ്ട. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെന്നോളൂ. ഞാനേ അല്ലയാ അങ്ങോട്ട് ചെല്ല. ഞാനേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാ നോക്കട്ടെ. നോക്കട്ടോ. പേരും ശാസ്ത്രലോക മാറ്റം പൊളിച്ച് വിഘടിപ്പിച്ച് ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഇലക്ട്രോണ്, കമ്പ്യൂട്ടർ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംഗതികളൊക്കെ എത്തി. ഇവിടെ എപ്പോഴും പേരിന്റെ മുകളിൽ അടിയാ. അമ്മേ, ഇത്തിരി വെള്ളം തരുമോ? വേണ്ട, ഞാൻ കുടിച്ചോളാം. കുമാരി പിണക്കത്തില്ല? ശരിക്കും പിണക്കത്തില്ല? സോറി കുമാരി, പിണങ്ങണ്ട. ഞാനേ സുഷ്കാന്ത് എന്നുള്ള പേര് വേണ്ടെന്ന് വെച്ചു. ശരിക്കും? ശരിക്കും. കുമാരിക്ക് ഇഷ്ടമില്ലാത്തൊന്നും വേണ്ട. നമുക്ക് പേരൊന്നും മാറ്റിയിട്ടാലോ? സുഷ്കാന്ത് ചോറ്റാനിക്കര എങ്ങനെയുണ്ടോ? എന്റെ മോമല്ല കവിയാണോ? അല്ല, അവൻ ഭാവിയിൽ കവിയായാലോ? അവന്റെ അച്ഛന് അത്യാവശ്യം എഴുത്തൊക്കെ ഉണ്ടല്ലോ. അപ്പം സുഷ്കാന്ത് ചോറ്റാനിക്കര നന്നാവും. അപ്പുണ്ണിയോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഇനി ആ പേരും പറഞ്ഞ് എന്റെ അടുത്ത് വന്നാ കുട്ടീനെ കൂട്ടി ഞാൻ എന്റെ വീട്ടിൽ പോകും. അതെങ്ങനെ നീ വീട്ടിൽ പോവാ? കുട്ടി എന്റെ കൂടി കുട്ടിയല്ലേ? ഞാൻ പോവാ തന്നെ. അതെ. അങ്ങനെയാണെങ്കിലേ ഇനി ആ പേരും വേണ്ട, ഒരു പേരും വേണ്ട, പോരെ?
നമ്മുടെ കുട്ടിക്ക് പേരില്ല എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുമ്പോ. അയ്യോ, കുഞ്ഞിന്റെ പേരിനെ കുറിച്ചുള്ള പിണക്ക് നിങ്ങൾക്ക് ഇതുവരെ തീർന്നില്ലേ? അപ്പച്ചേ, ഞാൻ ഇതിനെ കുറിച്ച് ഇനി ഒന്നും മിണ്ടൂല. ഇഷ്ടമുള്ള പേര് ആരയിച്ചിട്ടോ. ആ, അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു പേര് പറയട്ടെ. അയ്യോ, പിന്നെ നീയായിട്ട് ഉറക്കണ്ട, നീയും പറയാ പറഞ്ഞോ. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചേച്ചി പറയട്ടെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മോന്റെ പേരെന്താ? ചാണ്ടി ഉമ്മൻ. ആ, അതായത് അച്ഛന്റെ പേര് തിരിച്ചിട്ടത്. അതുപോലെ അപ്പുണ്ണിയുടെ പേര് തിരിച്ചിട്ടാലോ? ഉണ്ണിയപ്പൂന്ന്. അമ്പിളിയേട്ടൻ എന്നാ നാട്ടിലേക്ക് വരണേ? ഈ വർഷത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞേ. വരൂലേ? ആ, അപ്പൊ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അമ്പിളി കുട്ടൻ തിരിച്ചിട്ട് കുട്ടൻ അമ്പിളിന്ന് വിളിച്ചോ? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. അത് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അല്ലേ. അതെ, ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറൊരു പേര് പറയാം. അപ്പച്ചി കേക്ക് പറയടി. നമ്മുടെ സംവിധായകൻ ലാൽ സാറിന്റെ മോന്റെ പേരെന്താ? ലാൽ ജൂനിയർ. ആ, അതേപോലെ അപ്പുണ്ണി ജൂനിയർ എന്നിട്ടാലോ? അതെ, ഈ അപ്പുണ്ണി എന്നുള്ള പേര് വേണ്ട. അതുകൊണ്ടാണ് ഞാനൊരു പുതിയ പേര് സുഷ്കാന്ത് കണ്ടുപിടിച്ചത്. ഇനി വേറെ പേരൊന്നും ഇവിടെ ആരും പറയണ്ട. എന്നാ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യുന്നു അങ്ങോട്ട്. ആ, ഞങ്ങൾ ചെയ്തോളാം. അപ്പച്ചി വാ, നമുക്ക് പോവാം. അവരെന്തേലും ചെയ്യട്ടെ. അതെ കുമാരി, എന്നോടൊന്നും പറയണ്ട. എന്താ ഇത് കഥ? ഒരു പേരുടെ കാര്യത്തിൽ വീട്ടിൽ മനസമാധാനം ഇല്ലാണ്ടേ. അല്ലെങ്കിൽ ഇപ്പൊ സുഷ്കാന്തിനെ എന്തിനാ ഇങ്ങനെ എതിർക്കണവര്? എന്താ അമ്മേ? ഓ, ഒന്നുമില്ല. ഒന്നുമില്ലാന്നല്ല, അച്ഛൻ പറഞ്ഞല്ലോ അമ്മ പിണങ്ങിയിരിക്കാന്ന്. എന്താ? ഓ, ഞാനിവിടെ പിണങ്ങിയിരുന്ന ആർക്കാ ഇവിടെ ഛേദം? കാര്യം പറയാമ്മേ. കാര്യം പറയടി. നാത്തൂൻ ഇത് കേക്ക്. ഇവിടെ കുഞ്ഞിന്റെ പേരിടിയിൽ കാര്യത്തിൽ ഇത്രയും വലിയ ചർച്ച നടന്നിട്ട് എന്നോട് ഒരു വാക്ക് ആരെങ്കിലും ചോദിച്ചോ? അതാണ് ഇപ്പൊ കാര്യം. അമ്മയോട് ആരെങ്കിലും ചോദിക്കുന്നിടം വരെ കാത്തിരിക്കുന്ന എന്തിനാ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞൂടെ? അങ്ങനെയല്ലല്ലോ. എന്നാലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോ എന്നോടൊന്ന് ചോദിക്കണ്ടേ? ഞാൻ കാത്തിരിക്കായിരുന്നു എന്നോട് ചോദിക്കുമല്ലോ എന്ന് അറിയാൻ. അതിപ്പോ നിന്നോട് ആലോചിക്കേണ്ടത് അവർക്ക് തോന്നിക്കാണും. അതൊന്നും അല്ല അപ്പച്ചി. പിന്നെ കുമാരിയേച്ചേ അല്ലെങ്കിൽ തന്നെ കുഞ്ഞിന് എന്ത് പേരിടുമെന്നുള്ള ടെൻഷനില്ല. ദേ അപ്പുണ്ണിയണ്ണാണെങ്കിലോ ഈ ശുഷ്കാന്ത് എന്നുള്ള പേര് ആരും അംഗീകരിക്കാത്തോണ്ട് എല്ലാരോടും ഒരു തരം പിണക്കത്തില്ല. നാത്തൂനെ, ഇതൊക്കെ വലിയ ആനക്കാരിയായിട്ട് കണക്കാക്കുന്നോണ്ടല്ലേ ഈ കുഴപ്പമൊക്കെ. പിന്നെ ഞാൻ 3 പെറ്റതല്ലേ, എന്നിട്ട് എന്താ ഉണ്ടായത്? ഗിരീഷ് പുത്തഞ്ചേരി പാട്ടെഴുതുന്ന പോലെ നല്ല പ്രാസത്തില് ആനന്ദൻ, അപ്പുണ്ണി, അമ്പിളി എന്ന് ഞാൻ പേരിട്ടില്ലേ? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല എടി. അതുപോലെ നിനക്ക് നിന്റെ കൊച്ചുമോന് ആയിൽ തുടങ്ങുന്ന നല്ല പ്രാസം ഒപ്പിച്ചുള്ള ഒരു സുന്ദരം പേരം കൊണ്ട് ഇടാൻ പാടില്ലേ? ഞാൻ കണ്ടുപിടിക്കും. ഇവരെന്തൊക്കെ ചർച്ച നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ കണ്ടുപിടിക്കുന്ന പേര് തന്നെ കൊച്ചുമോൻ ഇടുക. അതാ അതിന്റെ ശരി. ആ, ഇതുപോലെ അവകാശവാദം പറഞ്ഞ് ചെന്നവര് പറഞ്ഞ പേരുകളെ പോയതിലും വേഗത്തിൽ കുമാരേജി റിജക്ട് ചെയ്തേ. അയ്യോ, ഒരു പേരും അവർക്ക് ബോധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് പേരാണാവോ അവർക്ക് ബോധിക്കുന്നത്? എന്റെ അപ്പച്ചി, കുമാരേജി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതൊരു അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ സ്വന്തം മക്കളുടെ പേര് ബെസ്റ്റ് ആയിരിക്കണോന്ന്? എടി, ഈ ഒരൊറ്റ ആഗ്രഹത്തിന് പുറത്ത് എന്റെ മോന് ഞാൻ ഉത്തമൻ എന്ന് പേരിട്ടത്. അവൻ വളർന്നു വന്നപ്പം അവന്റെ പേരും സ്വഭാവവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? എന്റെ പൊന്നു നാത്തൂനെ, ഉത്തമനെ വെച്ച് എന്റെ കൊച്ചുമോനെ താരതമ്യം ചെയ്യല്ലേ. എന്റെ കൊച്ചുമോന് നല്ല ഭാവി ഉള്ളതാ. അപ്പച്ചി, അപ്പച്ചിയുടെ മോനെ പറഞ്ഞിട്ടൊന്നും തിരിച്ചു പറയുന്നില്ലേ? എന്നാ പറയാൻ, അവള് പറഞ്ഞത് ശരിയല്ലേ? അതാണ് അപ്പച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മേ, അമ്മ ഒരു കാര്യം ചെയ്യ്. ആയിൽ തുടങ്ങുന്ന ഒരു 5 പേരുടെ ലിസ്റ്റ് എഴുതി വെച്ചോ. 5 പേരുടെ ലിസ്റ്റോ? അതെന്തിനാ? അല്ല, ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ എന്ത് പേരിടണമെന്നുള്ളത്. അപ്പൊ പങ്കിയാമ്മൻ പറഞ്ഞേ ഇവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട 5 പേരുകളുടെ ലിസ്റ്റ് എഴുതിയിട്ട് കൊടുക്കാമെന്ന്. അതിൽ ഏറ്റവും നല്ല ഏതാണോ അത് തിരഞ്ഞെടുത്ത് കുഞ്ഞിനിടാന്ന്. അവനെന്നാ ഈ പണി തുടങ്ങിയത്? ഈ കൊട്ടിലപ്പാട് തറവാടിന്റെ പേര് കളയാൻ വേണ്ടി ഓരോരോ രീതികള്. ഈ തറവാടിന്റെ പേര് അവര് നശിപ്പിക്കും. ആദ്യം ആലോചിച്ചപ്പോ എനിക്കും ഇങ്ങനൊക്കെ തന്നെ തോന്നിയത്. പിന്നെ കുഞ്ഞിന്റെ പേരിടയിലാണല്ലോ, അതിവിടെ എല്ലാരും ഉൾക്കൊള്ളിച്ച് ജനാധിപത്യപരമായിട്ട് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്കും തോന്നി. അല്ലേ അമ്മേ? അപ്പൊ ഒരാള് 5 പേര് വീതം കണ്ടുപിടിക്കണം. കൊള്ളാം. എന്തേ? അല്ല,
എന്നാലും അപ്പുണ്ണിയുടെ അവസ്ഥ ആലോചിച്ചപ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ അവസ്ഥ? അല്ല ഈ പേരിന്റെ കാര്യേ. അതന്നെയാ പറയുന്നത്. ഈ വീട്ടിൽ എല്ലാവരും 5 പേരും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകില്ല എൻ്റെ അളിയ. എന്ത് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു പേര് മതിയോ? നമ്മുടെ കുട്ടിയോ? അല്ല, അപ്പുണ്ണിയുടെ കുട്ടി. അങ്ങനെ പറ. അപ്പുണ്ണിയുടെ കുട്ടിക്ക് ഒരു പേര് മതിയോ? മതി. ബാക്കി പേര് മുഴുവൻ വേസ്റ്റ് ആവില്ലേ? അതാണ് കാര്യം. അതിന് പ്രശ്നമൊന്നുമില്ല. ഈ നാട്ടിൽ പേരില്ലാതെ പട്ടിണി കിടക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. നമുക്ക് ആ കുട്ടിയൊക്കെ ഈ പേരുകൾ കൊടുക്കാം. പട്ടിണി കിടക്കേ? അല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോ ഓണത്തിന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഒരു പേര് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളില്ലേ, നമുക്ക് അവർക്ക് കൊടുക്കാം ഈ പേര്. മജിക, ഒരു നല്ല പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ അത് ഇവർക്ക് ആരും കൊണ്ട് ദഹിച്ചില്ല. എത്ര ദിവസം ഉറക്കൊഴിഞ്ഞിരുന്നിട്ടാ ഞാൻ ആ പേര് കണ്ടുപിടിച്ചെന്നറിയോ? എനിക്ക് മനസ്സിലാവും അപ്പുണ്ണിയുടെ വിഷമം. എന്ത് നല്ല പേരായിരുന്നു, ശുഷ്കാന്ത്. എത്ര അർത്ഥസമ്പുഷ്ടമായ പേര്. ആ പേരിന്റെ മനോഹാരിത, അതെ, അതെങ്കിലും അവർക്കൊന്ന് മനസ്സിലാക്കി കൂടായിരുന്ന. അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പുണ്ണി വിഷമിക്കണ്ട. അപ്പുണ്ണി ഒന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പുണ്ണിയുടെ മാനസിക ചിന്താഗതിക്കും ചിന്തയ്ക്കൊപ്പം വളരാൻ ഇവിടെ ഉള്ള ആരും ആയിട്ടില്ല. അത്രേ ഉള്ളൂ. സങ്കടമുണ്ട്. സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിക്ക് അച്ഛനൊരു പേരിട്ടിട്ടേ അതിനൊരു വില കൽപ്പിക്കണ പറ്റില്ല ആരും. ലോകത്ത് ഒരച്ഛനും ഇങ്ങനൊരു ഗതി വരുത്തരുത്. ഹതഭാഗ്യനായ ഒരച്ഛൻ. എന്നിട്ടിപ്പോ അവിടെ എന്താ നടക്കണമെന്നറിയോ? പേരിടാനുള്ള മത്സരം നടക്കുക അവിടെ. അപ്പുണ്ണി, ശുഷ്കാന്ത് എന്നുള്ള പേര് അപ്പുണ്ണിക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാകും ഇവിടെ. അപ്പൊ അത് പെൺകുട്ടിയാണെങ്കിലോ? ശുഷ്കാന്തിനി നേടണം. ശുഷ്കാന്ത് എന്നുള്ള പേരെന്നെ ഇവിടെ കുമാരി സമ്മതിക്കുന്നില്ല. അന്നേരം ശുഷ്കാന്തിനി. അതെ, നടക്കൂലേ. അപ്പുണ്ണി, ഒരു കാര്യം ചെയ്യാം. നമുക്ക് അപ്പുണ്ണിയുടെ കുഞ്ഞിന്റെ പേര് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാം. പറ്റുമോ? പറ്റും. എവിടെ? പഞ്ചായത്തിലോ? പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ പിന്നെ ആർക്കും ആ പേര് പിന്നീട് ഇടാനും പറ്റൂല, എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ കേസാവും. സിനിമാക്കാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. കേസൊക്കെ ആവുമോ? പിന്നെ അത് വേണ്ട, കേസും കൊടുത്തണമൊന്നും ഞാനില്ല. അതെ, ഞാൻ എന്റെ കുട്ടീനെ മോനേന്ന് വിളിക്കും. അപ്പൊ അവൻ തിരിഞ്ഞു നോക്കാലോ. നോക്കിയില്ലെങ്കിലോ? അങ്ങനെ നോക്കാതിരിക്കാൻ അവന്റെ അച്ഛനല്ലേ വിളിക്കണേ, നോക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം. ഒരു ഐഡിയ ഉണ്ട്. എന്താ? ജമാലേ, എണീക്ക്. എന്താ? നീ വീട്ടിൽ പോയിട്ട് എന്റെ മേശപ്പുറത്ത് ഒരു പഴയ ടെലിഫോൺ ഡയറക്ടറി ഇരിപ്പുണ്ട്. അതെടുത്തോണ്ട് വരണം. അതിനകത്ത് A മുതൽ Z വരെ ഒരു 10,000 പേരുണ്ട്. അതിൽ നിന്നൊരു പേര് നമുക്ക് കുഞ്ഞിനിടാം. ടെലിഫോൺ ഡയറക്ടറിന്നോ? ഈ ടെലിഫോൺ ഡയറക്ടറിയിലെ പേരൊക്കെ പഴഞ്ച പേരായിരിക്കും മജീക. ഒന്നും വേണ്ട. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചയച്ചപ്പോഴേ സംഭാവന തന്നവരുടെ പേര് ഒരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് എടുത്തോണ്ടോ. അതിനകത്ത് നല്ലൊരു ഉഗ്രം പേരുണ്ട്. അതിനകത്ത് ഈ ഷുക്കൂർ, ജമാല്, സുഹേബ് എന്നുള്ള പേരൊക്കെ ആണോ? അതാണ് എന്റെ കുട്ടിക്കണേ. അങ്ങനത്തെ പേരല്ല, ഇത് നല്ലൊരു ഉഗ്രം പേരാ. ഞാനത് അന്ന് തന്നെ ചുവന്ന മഷിയിട്ട് അടിവരയിട്ട് വെക്കുകയും ചെയ്തു. എന്താ പേര് പറയും? പേര് നല്ല പേരാ. കേൾക്കുമ്പോ തന്നെ ആൺകുട്ടിയാണെന്ന് മനസ്സിലാവേ. പേരെന്താന്ന് പറയേ? അദ്രുമാൻ. അതെ, ഷായിനൊക്കെ കുട്ടിയുടെ അമ്മ കിട്ടാൻ മതി ആ പേര്. അത് ഞങ്ങൾ നേരത്തെ ഫിക്സ് ചെയ്തു. വീരാൻകുട്ടി. എന്നാലും വേറെ ആർക്കും കൊണ്ടുണ്ട് ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ. അബ്ദുറഹ്മാനാണത്രേ ആ പൊണ്ണീന്റെ മോൻ. ഇതിപ്പോ ഒരു തീരുമാനമാകുന്നില്ലല്ലോ പുണ്യെ. അതെ, രണ്ടാളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കുറെ നേരമായി രണ്ടാളും എന്റെ കുട്ടിക്ക് വേണ്ടി ഒരു പേര് കണ്ടുപിടിക്കാൻ നോക്കണു. ഇനിയിപ്പോ നിങ്ങളൊരു പേര് കണ്ടുപിടിച്ചാലും കുമാരി അത് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. അവരൊരു പേരിടും, അത് ഞാനങ്ങോട്ട് വിളിക്കും. അത്രേ ഉള്ളൂ എനിക്ക് യോഗം. എന്നാലും വല്ലാത്തൊരു ക്രൂരതയാണല്ലോ വിധി അപ്പുണ്ണിയോട് കാണിക്കുന്നത്. അതെ, ഇനി രണ്ടാളും കൂടി ഒന്ന് പോയി തരും ഇവിടുന്ന്. കുറെ നേരമായി. എനിക്കിവിടെ കുറെ പണിയുണ്ട്. പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക്. ജമാലെ വന്നോളൂ. പോടാ. നോട്ടം പരിശോധനയൊക്കെ കണ്ട ഏതോ സർക്കാർ ഫയലാ നോക്കണേന്ന് വിചാരിക്കും. അമ്മാവാ, ഇത് അതിലും വലിയ കാര്യ. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ സുപ്രധാന പേരുകളിലൂടെ ഞങ്ങൾ കണ്ണോടിച്ചോണ്ടിരിക്കുന്നത്. കണ്ണോടിച്ച് അങ്ങനെ നിക്കാണ്ട് അതെന്താ അങ്ങോട്ട് വായിക്കേ അല്ലെങ്കിൽ പറയേ. എന്താ പങ്കിയാമന് ഇത്ര ധൃതി? ധൃതി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 100 കൂട്ടം കാര്യങ്ങളുണ്ട് മനുഷ്യന്. എനിക്ക് മനസ്സിലായി. പങ്കിയാമൻ പറഞ്ഞ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് ഒക്കെ റിജക്ട് ചെയ്തതിന്റെ ദേഷ്യല്ലേ എവിടെ തീർക്കണ? ഞാൻ പറഞ്ഞ പേര് റിജക്ട് ചെയ്തതിന്റെ കാര്യമൊന്നുമല്ല. നിങ്ങളിത് എന്തിനൊരു തീരുമാനം എടുക്കേ.
അല്ലാണ്ട് ഇതന്നെ പറഞ്ഞുകൊണ്ട് നടന്ന എങ്ങനെയാപ്പത്? അങ്ങനെ പെട്ടെന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇതെന്റെ കുട്ടിയുടെ പേരിന്റെ കാര്യമാണേ. ഒരു കഷ്ടം. എന്റെ കുമാരി, നിന്റെ കുട്ടിയുടെ മാതിരിയുള്ള എല്ലാ കുട്ടികൾക്കും പേരിട്ടിട്ടല്ലേ ഇപ്പൊ ഈ ആൾക്കാരൊക്കെ വലുതായി ഇങ്ങനെ പേരും വിളിച്ച് നടക്കണേ. അതേമാതിരി അതങ്ങോട്ട് വേഗം പറഞ്ഞ കാര്യം കഴിഞ്ഞു. അതെങ്ങനെ വേഗം പറയാ? ഒരാളുടെ പേരും കൂടെ കിട്ടാനുണ്ട്. ആരുടെ? അമ്മയുടെ പേര് എഴുതിക്കൊണ്ടിരിക്കണേ. ആണോ? അമ്മേ പേരെഴുതിയൊക്കെ മതി. ഇവിടെ പേര് വായിക്കാൻ പോവാ. അങ്ങോട്ട് വന്നേ. കഴിഞ്ഞ് അതെ പങ്ക്യാമ്മ, എല്ലാരും എഴുതി പേര് കിട്ടിയിട്ടേ വായിക്കുള്ളൂ. കാര്യങ്ങൾ ജനാധിപത്യപരമാവണ്ടേ? അതത്രേ ഉള്ളൂ. അതല്ലാണ്ടുള്ള കാര്യമൊന്നും നടക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ പേരിട്ടിട്ട് അതന്നെ പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിപ്പോ ആര് പേരിട്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പേരായിരിക്കണം. അത്രേ ഉള്ളൂ. സോക്രട്ടീസ് വായിൽ കൊള്ളാത്ത പേരാ. നിനക്ക് വായി കൊണ്ടില്ല വെച്ചിട്ട് ഇതൊക്കെ ലോക പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാ. എന്റെ കുട്ടിക്കാണ് പേരുള്ളതേ. അപ്പൊ അതന്നല്ലേ ഇത് നന്നാവണം വെച്ചിട്ടല്ലേ ബാക്കിയുള്ളവര് പറയണത് നല്ല പേര്. അമ്മ ഒന്ന് വേഗം വാ. ഇവിടെ എഴുതി. അപ്പൊ എല്ലാവരും പേരെഴുതി തന്ന സ്ഥിതിക്ക് ഇനി വായിക്കാം. വായിക്കാം. ആരുടെ ആദ്യം വായിക്കേണ്ടത്? എന്റെ അമ്മ എഴുതി തന്നെ വായിക്കാം അല്ലേ? എന്തായാലും പങ്ക്യാമം പറഞ്ഞ പേരുകൾ നമ്മൾ റിജക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പൊ അതേപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്തിനു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറയണത്? അത് റിജക്ട് ചെയ്തല്ലോ, അതെനിക്ക് മനസ്സിലായി. ഇനി അത് വായിക്കണ്ടായിരുന്നേ. അല്ല, കാര്യങ്ങൾ ജനാധിപത്യപരമാകുമ്പോ അതൊക്കെ പറയണം.